ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാൾവ് സിമ്പിൾസിനെ പറ്റിയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ 3-4-5 വീഡിയോസിലായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാൾവ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഒരു 3 ടൈപ്സ് ഹൈഡ്രോളിക് വാൾവ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 3 കാറ്റഗറി ഓഫ് വാൾവ്സിനെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ പഠിച്ച ഓരോ വാൾവിനും ഓരോ സിമ്പിൾസ് ഉണ്ട്. ആ സിമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ലേഔട്ട് വരയ്ക്കുമ്പോൾ ഹൈഡ്രോളിക് അല്ലെങ്കിൽ ന്യൂമാറ്റിക് ലേഔട്ട് അല്ലെങ്കിൽ സർക്യൂട്ട്സ് വരയ്ക്കുമ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ സിമ്പിൾസ് ഉപയോഗിച്ചാണ്. അപ്പോൾ ആ സിമ്പിൾസ് നമ്മൾ കണ്ടായിരുന്നു. ഓരോന്നിലും പറ്റാവുന്നത്ര എക്യുപ്മെൻറ്റ്സ് പഠിച്ചപ്പോൾ സിമ്പിൾസും കൂടെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ആ സിമ്പിൾസിൽ നിന്ന് നമുക്ക് ഓരോ ഇൻഫോർമേഷൻസ് നമുക്ക് റീഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആ സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ അതിന് ഓരോ പോയിൻറ്റിനും ഓരോ മീനിങ് ഉള്ളതാണ്. ഇങ്ങനത്തെ കുറേ സിമ്പിൾസ് എല്ലാം നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇതിൻ്റെ ഓരോ ബോക്സിനും അതിൻ്റെ അകത്തുള്ള ലെറ്റേഴ്സിനും ഈ കൊടുത്തിരുന്ന ലൈൻസിനും ഈ ലൈനിനും ഈ ആൽഫബറ്റിനും ഒക്കെ മീനിങ് ഉള്ളതാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ഫിഗർ കണ്ടാൽ നമുക്ക് അതിൽ നിന്ന് ഓരോ ഇൻഫോർമേഷൻസ് റീഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ആ വാൾവ് സിമ്പിളിൽ നിന്ന് നമ്മൾ ഇൻഫോർമേഷൻസ് റീഡ് ചെയ്തെടുക്കുന്നു, എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ നമുക്ക് മുഴുവൻ കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് ഈ വാൾവ് സിമ്പിൾസിൻ്റെ അകത്ത് നിന്ന് റീഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിൽ ബേസിക്കായിട്ട് സാധാരണ കോമൺ ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ബാക്കി എന്തായാലും നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കേണ്ടി വരും, കാരണം അതിൽ 150 കാര്യങ്ങളെ പറ്റി അതിൽ പറയുന്നുണ്ട്. നമ്മളിവിടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 7-8 കാര്യങ്ങളെ പറ്റി പറയാനൊക്കത്തുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ സ്വയം പഠിക്കേണ്ടതായിട്ട് വരും, വേറെ നിവൃത്തിയില്ല. അപ്പോൾ നോക്കുക. അപ്പോൾ വാൾവ് സിമ്പിൾ, ബേസിക് ആയിട്ടുള്ള വാൾവ് സിമ്പിൾ ഇവിടെ മിക്കവാറും ഈ ഒന്നിൽ കൂടുതൽ 2 ബോക്സ് അല്ലെങ്കിൽ 3 ബോക്സ് എന്ന രീതിയിലായിരിക്കും വാൾവ് സിമ്പിൾ വരയ്ക്കുന്നത്. ഈ ബോക്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന എത്ര പൊസിഷൻ ഉണ്ട്, ആ വാൾവിന് എത്ര പൊസിഷൻ ഉണ്ട് എന്നാണ്. ഇവിടെ ഇപ്പം എ എന്നും ബി എന്നും പേരുള്ള 2 ചെറിയ ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ബോക്സാണുള്ളത്, ഇവിടെ 3 ബോക്സാണുള്ളത്. സംഭവം എന്ന് പറഞ്ഞാൽ ഈ വാൾവിന് 2 പൊസിഷനാണുള്ളത് എന്ന് കാണിക്കാനാണ് ഈ 2 ബോക്സ് വെച്ചിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് 3 പൊസിഷനുണ്ട്. ഈ നടുക്ക് 0 എന്നാണ് കൊടുത്തിരുന്നത്. ഇവിടെ എയും ബിയും ഓരോ പൊസിഷനാണ്, നടുക്ക് 0 എന്ന് കൊടുത്തിട്ടുണ്ട്. അതൊരു ന്യൂട്രൽ പൊസിഷനെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇത് 2 പൊസിഷനുള്ള വാൾവാണ്. ഇതെന്ന് പറയുന്നത് 3 പൊസിഷനുള്ള വാൾവാണ്. അപ്പോൾ ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വാൾവ് ഫുള്ളി ക്ലോസ്ഡ് ആണെങ്കിൽ, അതിലുള്ള എല്ലാ പോർട്ടും ഫുള്ളി ക്ലോസ്ഡ് ആണെങ്കിൽ അത് ഒരു പൊസിഷൻ എന്ന് പറയും. അതല്ല എങ്കിൽ ഫുള്ളി ഓപ്പൺ ആണ് എങ്കിൽ അതിനെ മറ്റൊരു പൊസിഷൻ എന്ന് പറയും. അതല്ല അതിൻ്റെ അകത്ത് ഇപ്പം ഏതെങ്കിലും പല പോർട്ടുകളുണ്ട്, അത് ഒരു പോർട്ടിൽ നിന്ന് മറ്റൊരു പോർട്ടിലോട്ട് കണക്ഷൻ പോകുന്നുണ്ട്, അതാണെങ്കിൽ അത് ഒരു പൊസിഷൻ എന്ന് പറയും. അടുത്തൊരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒരു പോർട്ടിൽ നിന്ന് ഈ രണ്ടാമത്തെ പോർട്ടിലോട്ട് കണക്ഷൻ പോവുകയാണെങ്കിൽ അത് അടുത്തൊരു പൊസിഷൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡയറക്ഷൻ, അതായത് അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിൻ്റെ പാത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ആ പൊസിഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ 2 പൊസിഷനാണ്, ഇത് 3 പൊസിഷൻ എന്ന് പറയാം. ഇവിടെ ഇപ്പം ഞാനിവിടെ 3 ലൈൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. 1, 2, 3 ഇങ്ങനെ 3 ലൈൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ലൈൻസ് റെപ്രസെൻ്റ് ചെയ്യുന്ന എത്ര പോർട്ട് ഉണ്ടെന്നാണ്. എന്താണ് പോർട്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ വാൾവിൽ എത്ര പോർട്ട് ഉണ്ട് എന്ന് കാണിക്കാനാണ് ഈ ലൈൻസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാൾവ് എന്ന് പറഞ്ഞാൽ 2 പൊസിഷനുള്ള 3 പോർട്ടുള്ള വാൾവ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ 3 ലൈൻസ് ഉള്ളത്. അത് 2 ലൈൻസിലും ഈ പൊസിഷൻ കാണും, പക്ഷേ നമ്മൾ ഒരു ബോക്സിൽ മാത്രമേ ഈ പൊസിഷൻ വരയ്ക്കുകയുള്ളൂ. നമ്മൾ ലോജിക്ക് വെച്ച് പറയുകയാണെങ്കിൽ 2 ബോക്സിൽ ഇത് എത്ര ബോക്സ് ഉണ്ടോ ആ ബോക്സിലെല്ലാം ഈ ലൈൻസ് വരയ്ക്കേണ്ടി വരും. പക്ഷേ നമ്മൾ അതങ്ങനെ വരയ്ക്കാറില്ല. ഏതെങ്കിലും ഒരു ബോക്സിൽ മാത്രമേ ഈ ലൈൻസ് വരച്ച് കാണിക്കാറുള്ളൂ. ഇതിനെ നമ്മൾ സാധാരണ 3/2 വാൾവ് എന്നാണ് പറയുന്നത്. ഈ 3/2 വാൾവ് എന്ന് പറയാൻ കാര്യം ആദ്യത്തെ നമ്പർ സൂചിപ്പിക്കുന്നത് എത്ര പോർട്ട് ഉണ്ടെന്നാണ്. ഇതിൽ 3 ലൈൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അതിൽ 3 പോർട്ട് ഉണ്ട് എന്ന്. ഈ 3 പോർട്ടെന്ന് പറയുമ്പോൾ മിക്കവാറും ആദ്യത്തെ ഒരെണ്ണം ഇൻലെറ്റും ബാക്കി 2 ഔട്ട്ലെറ്റും ആയിരിക്കാം. അപ്പോൾ അങ്ങനെയായിരിക്കും 3 പോർട്ടുള്ള, ഓരോന്നിനും ഓരോ പോർട്ട് വേണമല്ലോ. അപ്പോൾ ഇത് 3/2 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ലെറ്റർ റെപ്രസെൻ്റ് ചെയ്യുന്നത് എത്ര പോർട്ട് ഉണ്ടെന്നാണ്. /2 രണ്ടാമത്തെ ലെറ്റർ രണ്ടാമത്തെ ഈ നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്ന എത്ര പൊസിഷൻ ഉണ്ട് എന്നുമാണ്. അപ്പോൾ ഇതിപ്പം 3/2 വാൾവ് എന്ന് പറയാം, കാരണം ഇതിന് 2 പൊസിഷനുണ്ട്, 3 വാൾവും ഉണ്ട്. അപ്പം വാൾവിൻ്റെ എണ്ണമാണ് ആദ്യം എഴുതുന്നത്. എന്ത് നമ്പറാണോ എഴുതുന്നത് അത് അതിൻ്റെ പൊസിഷൻ്റെ നമ്പറായിരിക്കും. ഇനി ഇതൊരെണ്ണം നോക്കുക. ഇതൊരു 4/2 വാൾവാണ്. ഇത് സിമ്പിൾ 4/2 വാൾവ് മാത്രമല്ല, അതിൽ നിന്ന് പിന്നെ ഇൻഫോർമേഷൻസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ 4/2 എന്ന് പറയുമ്പം ഇതിൽ 4 പോർട്ടും 2 പൊസിഷനും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 4 പോർട്ട് അതിൻ്റെ പേര് തന്നെ ഈ ഫിഗറിൽ ഈ ഒരു സിമ്പിളിൽ കൊടുത്തിട്ടുണ്ട്. എ എന്നും ബി എന്നും പി എന്നും ടി എന്നും. ഈ ആൽഫബറ്റ്സിൻ്റെ മീനിങ് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഡയറക്ഷൻ കൺട്രോൾ വാൾവ് പഠിച്ചപ്പോൾ എന്താണ് പി എന്നും എന്താണ് ടി എന്നും എയും ബിയും എന്തൊക്കെയാണെന്നും എല്ലാം പഠിച്ചു. അപ്പോൾ അതൊക്കെയാണ് പോർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ പേരും കൂടെ നമുക്ക് ഈ സിമ്പിളിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം 4 പോർട്ടുണ്ട്, 2 പൊസിഷനും ഉണ്ട്, എ എന്നും ബി എന്നും 2 പൊസിഷനും ഉണ്ട്. അപ്പോൾ അതാണ് ഈ ഇതിവിടെ സൂചിപ്പിക്കുന്നത്.
അതുപോലെ തന്നെ ഈ ഒരു സിമ്പിൾ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പോർട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ മീനിങ്. ഇങ്ങനെ ഒരു ടി ഷേപ്പ് ഈ ബോക്സിൻ്റെ അകത്ത് ഈ ഒരു ടി ഷേപ്പ് വരുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പോർട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു, ആ പർട്ടിക്കുലർ പൊസിഷനിൽ ആ പോർട്ട് ക്ലോസ്ഡ് ആണ് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഇപ്പം അങ്ങനെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സിമ്പിൾ കാണിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഈ ഒരു പൊസിഷൻ എ എന്ന് പറയുന്ന പൊസിഷനിൽ എല്ലാ പോർട്ടും ഓപ്പൺ ആണ്, എല്ലാ പോർട്ടിൽ നിന്നും ഫ്ലോ ഉണ്ടായിരിക്കും എന്നാണ് അർത്ഥം. ഇതിൽ മിക്കവാറും അത് ഞാൻ അടുത്ത ഇതിൽ പറയാം. ഇവിടെ നോക്കുക, അടുത്ത 1-2 ടൈപ്പ് ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു 2x2 വാൾവാണ്. ഈ 2x2 വാൾവ് എന്താണ് സൂചിപ്പിക്കുന്നത്? ആദ്യത്തെ നമ്പർ എന്ന് പറയുന്ന പോർട്ടിൻ്റെ എണ്ണമാണ്. അതാണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു പോർട്ട്, ഇത് രണ്ടാമത്തെ പോർട്ട്, അങ്ങനെ 2 പോർട്ട് ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ഇത്. ഈ ഒരു ലൈൻ, ഈ ബോക്സിന് പുറത്തുള്ള ലൈനാണ് പോർട്ടിൻ്റെ എണ്ണം കാണിക്കുന്നത്. ഇതൊന്ന്, ഇത് രണ്ടാമത്തത്. ഇതെന്ന് പറയുന്നത് 2 പൊസിഷനാണ്. ബൈ 2 എന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്പർ പൊസിഷൻ്റെ എണ്ണമാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ 2 പൊസിഷൻ ഉണ്ടെന്ന് കാണിക്കാനാണ് 2 സ്മോൾ ബോക്സ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഇനി നമുക്ക് ഇൻഫോർമേഷൻ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ പൊസിഷനിൽ ഈ പോർട്ടിൽ നിന്ന്, സപ്പോസ് ഈ പോർട്ട് എന്ന് പറയുന്നത് ഈ പൊസിഷനിലും വരേണ്ടതാണ്, പക്ഷെ നമ്മളങ്ങനെ വരയ്ക്കാറില്ല. അപ്പോൾ ഇവിടെ ഇപ്പം ആ ഒരു പൊസിഷനിൽ, ലെഫ്റ്റ് സൈഡിലുള്ള പൊസിഷനിൽ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു പോർട്ടിൽ നിന്ന് മറ്റേ പോർട്ടിലോട്ട് ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നതാണ്. ആ ഫ്ലോയിൻ്റെ ഡയറക്ഷനാണ് ഈ ആരോ ഹെഡ് വഴി കാണിച്ചിരിക്കുന്നത്. ആ ആരോ ഹെഡ് കാണിക്കുന്നത് ഒരു പോർട്ടിൽ നിന്നും ഈ പോർട്ടിലോട്ട് ഫ്ലോ ഡയറക്ഷൻ ഉണ്ട് എന്നാണ്. അതായത് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു എന്ന് കാണിക്കാനാണ് ഈ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പൊസിഷനിൽ വെച്ച്, ആദ്യത്തെ പൊസിഷനിൽ വെച്ച് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഒരു പോർട്ടിൽ നിന്ന് മറ്റേ പോർട്ടിലോട്ട് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. രണ്ടാമത്തെ പൊസിഷനിൽ പക്ഷേ ഒരു ഫ്ലോ ഒന്നും നടക്കുന്നില്ല. കാരണം ഇവിടെ ആരോ ഹെഡൊന്നുമില്ല. രണ്ടാമത്തെ പൊസിഷനിൽ ആരോ ഹെഡൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അതായത് രണ്ടാമത്തെ പൊസിഷനിൽ ഫ്ലോ നടക്കുന്നില്ല, ഫ്ലൂയിഡിൻ്റെ ഫ്ലോ നടക്കുന്നില്ല. 2 പോർട്ടും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ബോക്സിൻ്റെ അകത്ത് ഈ ക്ലോസ്ഡ് സിമ്പിൾ കാണിക്കുന്നത്. അപ്പം ആദ്യത്തെ പൊസിഷനിൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഒരു പോർട്ടിൽ നിന്ന് മറ്റേ പോർട്ടിലോട്ട് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ പൊസിഷനിൽ ഫ്ലൂയിഡ് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല, ഫുള്ളി ക്ലോസ്ഡാണ്. ഈ 2 പോർട്ടും ഫുള്ളി ക്ലോസ്ഡാണ്. അതുകൊണ്ടാണ് ഈ സിമ്പിൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് 2x2 വാൾവിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ. 2x2 വാൾവിൽ തന്നെ ആദ്യത്തെ പൊസിഷനിൽ ഫ്ലൂയിഡിന് ഫ്ലോ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ പൊസിഷനിൽ ഒരു ഫ്ലോയും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് രണ്ടും 2 പൊസിഷനാണ്. ഇനി അടുത്തത് നോക്കുക, ഇതൊരു 4x2 വാൾവാണ്. ഈ 4x2 വാൾവ് എന്ന് പറയുമ്പോൾ 4 പോർട്ടും 2 പൊസിഷനുമാണ് ഉള്ളത്. ഇതിൽ ആദ്യത്തെ പൊസിഷൻ്റെ ഫ്ലോയിൻ്റെ ഡയറക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പൊസിഷനിലുള്ള ഫ്ലോയിൻ്റെ ഡയറക്ഷൻ ഇവിടെയും കാണിച്ചിട്ടുണ്ട്. ഇവിടെ എയും ബി എന്നും പി എന്നും ടി എന്നും പറഞ്ഞ് പോർട്ടുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുമുണ്ട്, മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ പിയും ടിയും എയും ബിയും എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇതേ പോർട്ടിൻ്റെ അറേഞ്ച്മെൻറ്റ് തന്നെയാണ് ഇപ്പോഴത്തെ പൊസിഷനിലും വരുന്നത്. പക്ഷേ അത് നമ്മളങ്ങനെ റിപ്പീറ്റ് ചെയ്യാറില്ല. ഈ ലെറ്റർ ഞാൻ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ള ലെറ്റേഴ്സ് നമ്മൾ സാധാരണ എഴുതാറില്ല. നമ്മൾ ഇങ്ങനെ എഴുതാറുള്ളൂ. ഒരു സൈഡിൽ മാത്രം, ഒരു പൊസിഷനിൽ മാത്രമേ ആ പോർട്ടിൻ്റെ പേര് നമ്മൾ ലിസ്റ്റ് ചെയ്യാറുള്ളൂ. ഇപ്പുറത്തും ആ പോർട്ടുകളുണ്ട് എങ്കിലും പേര് നമ്മൾ മെൻഷൻ ചെയ്യാറില്ല. ഇവിടെയും പിയും ടിയും എയും ബിയും ഒക്കെ ഉണ്ട്, പക്ഷേ നമ്മളതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതാറില്ല. ഇപ്പോൾ ഈ ഫിഗർ തന്നെയാണ് ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. രണ്ടും ഒരേ ഫിഗർ തന്നെയാണ്. നമുക്ക് ഈ ഫിഗർ പറയാം. ഇവിടെ ഒരു ആദ്യത്തെ പൊസിഷൻ എന്ന് പറഞ്ഞപ്പം ഈ റൈറ്റ് സൈഡിലുള്ള പൊസിഷൻ പറയാം. റൈറ്റ് സൈഡിലുള്ള പൊസിഷനിൽ വെച്ച് പിയും എയും തമ്മിൽ കണക്ഷനുണ്ട്. പിയിൽ നിന്ന് എയിലോട്ടാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഈ ആരോ ഹെഡ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ റൈറ്റ് സൈഡിലുള്ള പൊസിഷനിലാണെങ്കിൽ പിയിൽ നിന്ന് എയിലോട്ട് ഫ്ലോ ഉണ്ട്. അതുപോലെ തന്നെ ബി എന്ന പോർട്ട് വഴി ടിയിലോട്ടും ഫ്ലോ ഉണ്ട്. അപ്പോൾ അത് കാണിക്കാനാണ് ഈ ഒരു ആരോ ഹെഡ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള പൊസിഷനിൽ വെച്ച് പിയും എയും തമ്മിൽ കണക്ഷനുണ്ട്, ബിയും ടിയും തമ്മിലും കണക്ഷനുണ്ട്. അതേസമയം ലെഫ്റ്റ് സൈഡിലുള്ള പൊസിഷൻ കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അതായത് രണ്ടാമത്തെ പൊസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ അടുത്ത പൊസിഷനിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ പിയും ബിയും തമ്മിലാണ് കണക്ഷൻ പോകുന്നത്. ഇവിടെ ഞാൻ പിയും ബിയും എഴുതാറില്ല, സാധാരണ റിപ്പീറ്റ് ചെയ്ത് എഴുതാറില്ല എന്നേ ഉള്ളൂ. പക്ഷേ കാണിക്കുന്നത് പിയിൽ നിന്ന് ബിയിലോട്ട് കണക്ഷനുണ്ട്. ആ പിയിൽ നിന്ന് ബിയിലോട്ടാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. അതേസമയം തന്നെ എയിൽ നിന്ന് ടിയിലോട്ടും ഫ്ലോ ഉണ്ട്. അതായത് എയിൽ നിന്ന് ടിയിലോട്ടും ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഡയറക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് 2 പൊസിഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ പൊസിഷനിൽ പിയും എയും തമ്മിൽ കണക്ഷനുണ്ട്, ബിയും ടിയും തമ്മിൽ കണക്ഷനുണ്ട്. രണ്ടാമത്തെ പൊസിഷനിൽ പിയും ബിയും തമ്മിൽ കണക്ഷനുണ്ട്, എയും ടിയും തമ്മിൽ കണക്ഷനുണ്ട്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും നമ്മുടെ ഡയറക്ഷൻ കൺട്രോൾ വാൾവ്, നമ്മുടെ സ്പൂൾ കൺട്രോൾഡ് ഡയറക്ഷൻ കൺട്രോൾ വാൾവിൻ്റെ വർക്കിംഗ് അതിൽ പഠിച്ചപ്പോഴുള്ള അതേ അറേഞ്ച്മെൻ്റാണ് ഈ കൊടുത്തിരിക്കുന്നത് എന്ന് പറയാം. അപ്പം ഈ ഒരു സംഭവം 4x2 വാൾവാണ്. അതിൽ നിന്ന് ഇത്രയും ഇൻഫോർമേഷൻസ് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു വാൾവ് നോക്കുക. ഈ വാൾവ് ഞാനിവിടെ അഡീഷണലായിട്ട് എഴുതി ചേർത്തിരിക്കുന്നതാണ്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് എഴുതി ചേർത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. സാധാരണ ഇങ്ങനെ ആൽഫാബെറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് എഴുതാറില്ല. ഒരിടത്ത് മാത്രമേ ആൽഫാബെറ്റ്സ് എഴുതാറുള്ളൂ.
ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം? ഇത് തന്നെ നമുക്ക് വായിക്കണമെന്നില്ല, അല്ലാതെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം? ഇതിൽ 3 പൊസിഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. കാരണം 3 ബോക്സ് ഉണ്ട്. 1, 2, 3 3 ബോക്സ് ഉണ്ട്. അപ്പം 3 പൊസിഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. 3 ടൈപ്പ് ഓഫ് പെയർ ഓഫ് ഫ്ലോ എന്നൊക്കെ പറയാം. അപ്പം 3 പൊസിഷൻ ഉണ്ട്. എത്ര പോർട്ടുണ്ട്? 4 പോർട്ടുണ്ട്. കാരണം ദാ ഇവിടെ ലൈൻ 1, 2, 3, 4 പോർട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമുക്ക് ഈ ഒരു സിമ്പിളിന്, ഈ ഒരു ഡിവൈസിന് നമുക്ക് 4/3 വാൾവ് എന്ന് നമുക്ക് എഴുതാനൊക്കും. അതായത് 4 പോർട്ടും ഉണ്ട്, 3 പൊസിഷനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 4/3 വാൾവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവം ഇത് എഴുതാതെ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ 4/3 വാൾവാണ് എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇതിൽ ആദ്യത്തെ പൊസിഷനിൽ പിയും ബിയും തമ്മിൽ, ഇപ്പോൾ ഏത് പൊസിഷൻ വേണോ നമുക്ക്, ആദ്യത്തെ പൊസിഷൻ, രണ്ടാമത്തെ പൊസിഷൻ, മൂന്നാമത്തെ പൊസിഷൻ എന്ന് പറയാം. ഏത് വേണം നമുക്ക് പറയാം, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇതിലിപ്പോൾ ആദ്യത്തെ പൊസിഷനിൽ പിയും ബിയും തമ്മിൽ കണക്ഷനുണ്ട്. അതേപോലെ തന്നെ എയും ടിയും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് പറയാം. രണ്ടാമത്തെ പൊസിഷനിൽ പിയും എയും തമ്മിലാണ് കണക്ഷൻ ഉള്ളത്. പിയിൽ നിന്ന് എയിലോട്ടായിരിക്കും ഫ്ലൂയിഡ് പോകുന്നത്. അതേസമയം തന്നെ ബിയിൽ നിന്ന് ടിയിലോട്ട് കണക്ഷനുണ്ട്. ബിയിൽ നിന്ന് ടിയിലോട്ടായിരിക്കും ഫ്ലൂയിഡ് ഫ്ലോ ഉള്ളത്. അപ്പോൾ ഈ ആരോ ഹെഡിൽ നിന്ന് ഏത് പോർട്ടിൽ നിന്ന് ഏത് പോർട്ടിലോട്ടാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഏതൊക്കെ പോർട്ട് തമ്മിലാണ് കണക്ഷൻ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ എയും ടിയും തമ്മിലാണ് കണക്ഷൻ ഉള്ളത്. ഇവിടെ എയും പിയും തമ്മിൽ കണക്ഷൻ ഇല്ല. ഈ പൊസിഷനിൽ വെച്ച് എയും പിയും തമ്മിൽ കണക്ഷനൊന്നുമില്ല. എയും ടിയും തമ്മിലാണ് കണക്ഷൻ ഉള്ളത്. അതേസമയം ഇവിടെയാണെങ്കിൽ ഈ എയും പിയും, അതായത് പിയും എയും തമ്മിലുള്ള കണക്ഷൻ ഈ പൊസിഷനിലാണ് വരുന്നത്. അത് രണ്ടാമത്തെ പൊസിഷൻ. ഇനി ഈ നടുക്ക് കാണിച്ചിരിക്കുന്ന ഈ ഒരു മൂന്നാമത്തെ പൊസിഷൻ, ഈ മൂന്നാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു പോർട്ടും തമ്മിൽ കണക്ഷൻ ഒന്നുമില്ല. കാരണം എല്ലാ പോർട്ടും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എയും ബിയും പിയും ടിയും എല്ലാ പോർട്ടും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടിയുടെ ഈ ഒരു ഷേപ്പിലുള്ള ലൈൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലൈൻസ് കാണുമ്പോൾ മനസ്സിലാകാം, ഈ മൂന്നാമത്തെ പൊസിഷനിൽ സത്യം പറഞ്ഞാൽ ഒരു വാൾവും ഓപ്പൺ അല്ല, എല്ലാ വാൾവും തമ്മിൽ ക്ലോസ്ഡ് ആണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഫിഗർ കാണുക. ഇതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാം? ഇതിൽ 3 പൊസിഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. കാരണം 3 ബോക്സ് ഉണ്ട്. 1, 2, 3. അപ്പോൾ 3 പൊസിഷനുണ്ട്. അതുപോലെ തന്നെ 4 പോർട്ടും ഉണ്ട്. ഇത് ഒന്നാമത്തെ പോർട്ട്, രണ്ടാമത്തെ പോർട്ട്, മൂന്നാമത്തെ പോർട്ട്, നാലാമത്തെ പോർട്ട്, 4 പോർട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഓരോ സമയത്തും ഓരോ പൊസിഷനിലുള്ള ഫ്ലോ ഡയറക്ഷനും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ പൊസിഷനിലാണെങ്കിൽ പിയിൽ നിന്ന് ബിയിലോട്ടായിരിക്കും ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. അതേസമയം തന്നെ എയിൽ നിന്ന് ടിയിലോട്ടും ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യും. അതേസമയം ഈ പൊസിഷനിലാണെങ്കിൽ പിയിൽ നിന്ന് എയിലോട്ടായിരിക്കും ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. അതേസമയം തന്നെ ബിയിൽ നിന്ന് ടിയിലോട്ടും ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ മൂന്നാമത്തെ പൊസിഷനിൽ എങ്ങനെയാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്? ഇതിൽ പി വഴിയുള്ള ഫ്ലൂയിഡിൻ്റെ ആ പോർട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതായത് ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഈ വാൾവിലോട്ട് എൻ്റർ ചെയ്യുകയില്ല. കാരണം ആ പോർട്ട് ക്ലോസ്ഡ് ആണ്. അതേസമയം ബാക്കി പോർട്ടെല്ലാം ഫുള്ളി കണക്റ്റഡ് ആണ്. അതായത് എയും ബിയും ടിയും തമ്മിൽ കണക്റ്റഡ് ആണ്. മിക്കവാറും എയിലും ബിയിലും ഉള്ള ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അത് ടിയിലോട്ട് പോകുന്നതായിരിക്കാം ഈ കാണിക്കുന്നത്. എന്തായാലും ആ പോർട്ടുകൾ തമ്മിൽ കണക്ഷനുണ്ട്. എയും ബിയും ടിയും ഈ 3 പോർട്ടും തമ്മിൽ കണക്ഷനുണ്ട്. അപ്പോൾ മൂന്നാമത്തെ പൊസിഷനിൽ ഇങ്ങനെ പോർട്ടിൻ്റെ കണക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് ഡയറക്ഷൻ കാണിച്ചിട്ടില്ല. അത് മേ ബി അതിൻ്റെ എക്യുപ്മെൻറ്റ് ഇത് വെച്ചിട്ട് ഡയറക്ഷൻ എങ്ങനെയെങ്കിലും കാണും. മേ ബി 2 വേ ഡയറക്ഷനൊക്കെ ആയിരിക്കും. ഡയറക്ഷൻ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല. എന്തായാലും പോർട്ട് തമ്മിൽ കണക്ഷനുണ്ട്. ഈ ടിയും എയും ബിയും ഈ 3 പോർട്ടും തമ്മിൽ കണക്ഷനുണ്ട് ഈ മൂന്നാമത്തെ പൊസിഷനിൽ നിന്ന്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വാൾവിൻ്റെ സിമ്പിളിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ക്യാപ്ഷൻ തന്നെ എഴുതേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ഈ വാൾവിൻ്റെ സിമ്പിളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി അതേപോലെ അടുത്തൊന്ന് നോക്കുക. ഈ 2 എണ്ണം കാണുക. ഇവിടെ ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ആൾറെഡി. ഇവിടെ എക്സ്ട്രാ ഉള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ ഒരു വാൾവിൻ്റെ സിമ്പിളിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു പോർഷനും ഉണ്ട്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഈ വാൾവ് കൺട്രോൾ ചെയ്യുന്ന സ്പ്രിങ് ഉപയോഗിച്ചാണ് ഈ വാൾവിനെ കൺട്രോൾ ചെയ്യുന്നത്. സ്പ്രിങ് ഉപയോഗിക്കുന്നുണ്ട് ഈ വാൾവിൻ്റെ വർക്കിങ്ങിന്. അതുപോലെ തന്നെ ഇത് ലിവർ ഓപ്പറേറ്റഡ് വാൾവ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സിമ്പിൾ കൊടുത്തിട്ടുള്ളത്. കാരണം ഈ ഒരു സിമ്പിൾ ലിവറിനെയാണ് സൂചിപ്പിക്കുന്നത്. ലിവർ ഓപ്പറേറ്റ് ചെയ്താണ് ഈ വാൾവ് വർക്ക് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സിമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആണെങ്കിലോ ഇവിടെയും വാൾവ് കൺട്രോൾ ചെയ്യുന്ന സ്പ്രിങ്ങും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു റോളർ കൊടുത്തിട്ടുണ്ട്. റോളറും കൂടെ ഉപയോഗിച്ചാണ്, ഇവിടെ ലിവറാണ്, ഇവിടെ ലിവറിന് പകരം റോളർ ഉപയോഗിച്ചാണ് വാൾവിൻ്റെ കൺട്രോളിങ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ വാൾവ് സിമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇത് ലിവറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഇത് റോളറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇതേ സംഭവം തന്നെ ഞാൻ മുമ്പ് ഒരു സൈഡിൽ ഞാൻ കാണിച്ചായിരുന്നു എന്തൊക്കെയാണ് സംഭവങ്ങളൊന്ന്. പുഷ് ബട്ടൺ, എന്തെങ്കിലും പ്ലഞ്ചർ ഉണ്ടെങ്കിൽ ഈ ഒരു സിമ്പിൾ കാണിക്കും. ലിവർ ആണെങ്കിൽ ഈ സിമ്പിളായിരിക്കും. റോളർ ആണെങ്കിൽ ഇങ്ങനെ റോളറിൻ്റെ ഒരു സിമ്പിളായിരിക്കും. ഇതാണെങ്കിൽ ഇത് പുഷ് ബട്ടൺ ആണ്. പ്ലഞ്ചർ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു സിമ്പിളായിരിക്കും ഉള്ളത്.
സോളിനോയിഡ് ആണെങ്കിൽ ഇലക്ട്രിക്കലി കൺട്രോൾഡ് സോളിനോയിഡ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും. സ്പ്രിംഗ് കൺട്രോൾഡ് ആണെങ്കിൽ ഇങ്ങനെ സിഗ്സാഗ് ലൈൻസ് ആയിരിക്കും ഉള്ളത്. അതല്ല പെഡൽ കൺട്രോൾഡ് ആണെങ്കിൽ എന്തെങ്കിലും ഓപ്പറേറ്റർ പെഡൽ ചവിട്ടി അതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പെഡൽ പ്രസ് ചെയ്തായിരിക്കും ഈ വാൾവ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് കാണിക്കാനായിട്ട് പെഡൽ പ്രസൻറ്റ് ചെയ്യുന്ന ഈ ഒരു സിമ്പിൾ ഉണ്ടായിരിക്കും. അതല്ല പൈലറ്റ് കൺട്രോൾഡ് ആണ് എങ്കിൽ ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് ആയിരിക്കും കൊടുത്തിരുന്നത്. അത് പൈലറ്റ് കൺട്രോൾഡ് നമ്മൾ സ്പൂളിൻ്റെ ആ ഒരു വർക്കിംഗ് പഠിച്ചായിരുന്നു, അത് പൈലറ്റ് കൺട്രോൾഡ് ആണ്. അപ്പോൾ അതായത് ഡയറക്റ്റ് കൺട്രോൾ ആയിരിക്കത്തില്ല, വേറെ എന്തെങ്കിലും ഡിവൈസ് ഉപയോഗിച്ചായിരിക്കും അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് പൈലറ്റ് കൺട്രോളിൻ്റെ ഈ ഡോട്ടഡ് ലൈൻസ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം ആക്ച്വേറ്റർ വരയ്ക്കുമ്പോഴുള്ള ഉപയോഗിക്കേണ്ട സിമ്പിൾസ് ആണ്, സൈൻസ് ആണ്. ഇനി ഈ ഒരു സംഭവം കാണുക. ഇത് ഈ കാണിച്ചിരുന്ന 2 വാൾവ്, അത് 4/3 വാൾവാണോ 3/4 വാൾവാണോ, ഏതാണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. 4/3 വാൾവാണോ അതോ 3/4 വാൾവാണോ? ഇത് ആക്ച്വലി 4/3 വാൾവാണ്. കാരണം ആദ്യത്തെ ലെറ്റർ സൂചിപ്പിക്കുന്ന നമ്പർ ഓഫ് പോർട്ടിനെയാണ്. ഇവിടെ എ എന്നും ബി എന്നും പി എന്നും ടി എന്ന് പറഞ്ഞ് 4 പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ, അതിവിടെ പോർട്ടുണ്ട്. അപ്പോൾ അതിന് റെപ്രസെൻറ്റ് ചെയ്യാനാണ് 4 എന്ന ആദ്യത്തെ ലെറ്റർ ഉള്ളത്. ബൈ 3 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ലെറ്റർ സൂചിപ്പിക്കുന്ന എത്ര പൊസിഷൻ ഉണ്ടെന്നാണ്. ഇവിടെ 3 പൊസിഷൻ ഉണ്ട്. ഇതൊന്ന്, ഇത് 2, ഇത് 3. ഇതിലും 3 പൊസിഷനാണ് ഉള്ളത്. ഇതൊന്ന്, ഇത് 2, ഇത് 3, അങ്ങനെ 3 പൊസിഷൻ ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി 4/3 വാൾവാണ്. ഇത് രണ്ടും 4/3 വാൾവാണ്, 3/4 അല്ല. ഇത് രണ്ടും 4/3 വാൾവാണ്. ഈ മുകളിലത്തെ വാൾവ് പൈലറ്റ് കൺട്രോൾഡ് ആണ്, അതുകൊണ്ടാണ് ഡോട്ടഡ് ലൈൻസ് കൊടുത്തിരിക്കുന്നത്. പൈലറ്റ് കൺട്രോൾഡ് ആണ്. അതിൻ്റെ പക്ഷേ സ്പ്രിങ്ങും അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഈ വാൾവ് യൂസ് ചെയ്യാനായിട്ട് വർക്കിംഗ് സമയത്ത് ഈ സ്പ്രിങ്ങും യൂസ് ചെയ്യുന്നുണ്ട്. അത് കാണിക്കാനാണ് ഈ സിഗ്സാഗ് ലൈൻസും കൊടുത്തിട്ടുള്ളത്. ഇതിൽ 3 പൊസിഷനുണ്ട്. മൂന്നാമത്തെ പൊസിഷനിൽ എല്ലാ വാൾവും ക്ലോസ്ഡ് ആയിരിക്കും. അതാണ് ഇവിടെ ഈ ടി എന്ന സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇവിടെയാണെങ്കിൽ ഇവിടെ പൈലറ്റ് ഓപ്പറേറ്ററല്ല, സോളിനോയിഡ് ഉപയോഗിച്ചാണ് ഈ വാൾവിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സോളിനോയിഡിൻ്റെ സിമ്പിൾ 2 സൈഡിലും കൊടുത്തിരിക്കുന്നത്. ഇവിടെയും മൂന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് എയും ബിയും എന്ന് പറയുന്ന പോർട്ട് ഫുള്ളി ക്ലോസ്ഡ് ആണ്. അതേസമയം പിയും ടിയും തമ്മിൽ കണക്ഷനുണ്ട്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പിയിലൂടെ വരുന്ന ഇൻലെറ്റായി വരുന്ന ഫ്ലൂയിഡ് നേരെ ടി എന്ന് പറയുന്ന പോർട്ടിൽ കൂടെ പുറത്തോട്ട് ടാങ്കിലോട്ട് അങ്ങ് പോകും. അപ്പോൾ ആ കണക്ഷൻ കാണിക്കാനാണ് ഇതിവിടെ കൊടുത്തിട്ടുള്ളത്. പിയും ടിയും തമ്മിലിവിടെ കണക്ഷനുണ്ട്. അതേസമയം എയും ബിയും എന്ന് പറയുന്ന പോർട്ട് ഫുള്ളി ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വാൾവിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം മേ ബി എക്സാമിന് ഇങ്ങനൊരു ഫിഗർ തന്നിട്ട് അതിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യാനായിട്ട് മേ ബി ചോദിച്ചെന്നിരിക്കാം. അപ്പം മേ ബി 2-3 മാർക്കിന് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഓരോ പോയിൻറ്റും 1/2 മാർക്ക് വെച്ചൊക്കെ നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും. അപ്പം ഒരു വാൾവിൻ്റെ സിമ്പിൾ തന്നാൽ അതിൽ നിന്ന് എന്തൊക്കെ ഇൻഫർമേഷൻസ് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടെ നോക്കുക. ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾ എയർവാക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത വീഡിയോ നമുക്ക് ഹൈഡ്രോളിക് സർക്യൂട്ട്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.